ശേഷം 5280 വേദവാക്യങ്ങൾ സമ്പത്തെക്കുറിച്ചാണ് അധികമായി എഴുതിയിട്ടുള്ളത്. ദൈവം തന്നെ അനേക കാര്യങ്ങൾ പഠിപ്പിച്ചതല്ലോ, പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ച അതെക്കാട്ടിലും കൂടുതൽ സമ്പത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ വചനങ്ങൾ ബൈബിളിൽ എഴുതിക്കൊണ്ടെന്ന് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്. അതേപോലെ കർത്താവിന്റെ ഉപമകൾ നമുക്കറിയാം. കർത്താവ് പറഞ്ഞ ഏകദേശം 38 ഉപമകളുണ്ട്. അതിൽ 14 ഉപമകൾ ദൈവത്തിന്റെ സമ്പത്തെക്കുറിച്ചാണ് പറയുന്ന കാര്യങ്ങൾ. ഇതാണ് അടിസ്ഥാനം. നമുക്കറിയാം TITHE എന്ന് ടൈപ്പ് വെച്ചത്. അപ്പൊ അതിന്റെ പ്രൊണൗൺസിയേഷൻ ഇംഗ്ലീഷ് എങ്ങനെ പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഹെവൻ എൻഡോഴ്സ്. ഇത് മലയാളത്തിൽ പറയാം, സ്വർഗം അംഗീകരിക്കുന്ന നിക്ഷേപം. ദശാംശം എങ്ങനെയാണ്? സ്വർഗം അംഗീകരിക്കുന്ന നിക്ഷേപം.